തൃശൂർ വരവൂർ പഞ്ചായത്തിലെ സ്വകാര്യ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനകീയ മുന്നണി 6 സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. പ്രദേശവാസികൾക്ക് ശാരീരിക പ്രശ്നമുണ്ടാക്കുന്ന പ്ലാന്റ് അടച്ചുപൂട്ടാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്നാണ് ജനകീയ മുന്നണി പറയുന്നത്. ഈ കാണുന്ന അറവു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് തൃശൂർ വരവൂർ പഞ്ചായത്തിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയം. പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ ഇവിടുത്തുകാരുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ജലസമ്പത്ത് വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക. നടുവട്ടത്ത് ജനവാസ മേഖലയിലാണ് അറവു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെയാണ് പ്ലാന്റിന് അനുവാദം നൽകിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അറവുശാലകളിലെ കോഴി അവശിഷ്ടം പുഴുങ്ങി സംസ്കരിച്ച് വളർത്തുനായ്ക്കൾക്ക് പ്രോട്ടീൻ പൗഡർ നിർമ്മിക്കുന്ന പ്ലാന്റ് തുടരാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ആണിയിടുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തും ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ആക്ഷേപം. പ്ലാന്റിന്റെ പ്രവർത്തനം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അപകടമാണ്. മാരകമായ രോഗങ്ങൾ 15 കിലോമീറ്റർ ചുറ്റളവിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാഹചര്യം ഒരുക്കുന്ന കെമിക്കലാണ് ഈ എല്ലുകൾ ഉരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്ലാന്റിനെതിരെ ശക്തമായ സമര പരമ്പരയാണ് അരങ്ങേറിയത്. നിരവധി പ്രദേശവാസികൾക്കെതിരെ കേസുണ്ട്. മനം നൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ഞങ്ങളിതുപോലെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരാൻ നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് അതിന് മുന്നൊരു വട്ടം വണ്ടി വന്നപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഭർത്താവ് പണി മാറ്റി വന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വീട്ടിലേക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, അത്രയ്ക്കും മണം. ഒരു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണില്ല. അവിടുന്ന് ആൾ എന്നും കൂട്ടി നീശൂർ പോന്നു. നീശൂർ പോന്നിട്ട് ഇവിടെ വന്നിട്ട് ആൾ മേത്ത് മണം ഒഴിച്ചിട്ട് ആത്മഹത്യ ശ്രമിക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആൾ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറയാതെയാണ് അവിടെ വന്നത്. പ്ലാന്റിനായി കുഴൽക്കിണറുകൾ നിർമ്മിച്ച് വെള്ളം ഊറ്റിയെടുക്കുന്നതോടെ ഇവിടെ കുടിവെള്ള ലഭ്യതയും ഇല്ലാതാകുമെന്ന് ആശങ്കയുണ്ട്. ഇതോടെയാണ് ജനകീയ മുന്നണി ജീപ്പ് ചിഹ്നത്തിൽ 6 സ്ഥാനാർത്ഥികളെ മത്സര രംഗത്തിറക്കിയത്. നമ്മൾ ജയിക്കോ തോൽക്കോ അതെന്തോ ആവട്ടെ, പക്ഷെ ജനങ്ങൾക്ക് വിപത്ത്, ഏറ്റവും മാരകമായിട്ട് വിപത്തായി ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു തന്നെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എല്ലാവർക്കും എന്നെ ഓൾറെഡി അറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നിൽ, ഈ മാലിന്യ പ്ലാന്റിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച് ജനങ്ങളെ ഈ സമരത്തിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ചെറിയൊരു ജോലിയായ തൊഴിലുറപ്പിൻ്റെ ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ് ഈ ഭരിക്കുന്ന പഞ്ചായത്ത്. അതൊന്നും അറിയാത്തൊരു സമയത്താണ് അന്ന് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. ഇനി ജയിച്ചു വന്നാലും ഇതിനു വേണ്ടി ഏതറ്റം വരെ പോകണമെങ്കിലും നമ്മൾ ഒപ്പം തന്നെ എന്നുള്ള ഒരൊറ്റ പ്രതിജ്ഞ എടുത്തേക്കാണ്. എന്നാൽ കോടതി അനുവാദത്തോടെയാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയത് എന്നാണ് വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിതയുടെ വിശദീകരണം. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.